Hello, welcome to chapters. In this class, we will discuss look algorithm. Look and see look we discuss. Look algorithm we scan algorithm similar look algorithm. Cherry difference cherry difference scan algorithm read write head ഒരു directionൽ move ചെയ്യുമ്പോൾ എവിടെ വരെ പോകും ആ ഒരു പോകുന്ന directionൽ ഏറ്റവും ലാസ്റ്റിലെ ട്രാക്ക് വരെയും പോകും അതിലേക്ക് പോവേണ്ട ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ കൂടിയിട്ട് ആ ലാസ്റ്റ് ട്രാക്ക് വരെ പോകുന്നു പക്ഷേ ലുക്ക് അൽഗോരിതത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് റിക്വസ്റ്റ് എവിടെയാണോ അവിടെ വരെ പോലും ഒരിക്കലും ലാസ്റ്റ് ട്രാക്ക് വരെ പോകുന്നില്ല എന്നിട്ട് തിരിച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് പോരുകയാണ് ചെയ്യുന്നത് ഈ പോകുന്ന വഴിക്ക് സ്കാൻ അൽഗോരിതം ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ റിക്വസ്റ്റുകളെയും സർവീസ് ചെയ്തിട്ടാണ് പോകുന്നത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാലും അതിൽ വരുന്ന എല്ലാ റിക്വസ്റ്റുകളെയും സർവീസ് ചെയ്തിട്ടാണ് ലുക്ക് അൽഗോരിതവും വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് പ്രോബ്ലം വെച്ചുകൊണ്ട് ചെയ്തു നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വസ്റ്റ് സീക്വൻസ് initial read head position 53 ലാണ് അതുപോലെ number of tracks 90 ആണ് larger track ന്റെ ആ ഒരു ഡയറക്ഷനിലോട്ടാണ് read write head ന്റെ മൂവ്മെന്റ് അപ്പോൾ നമ്മൾ ഇവിടെ 53 ലാണ് നിൽക്കുന്നത് 53 ൽ നിന്ന് നെക്സ്റ്റ് സർവീസ് ചെയ്യുന്നത് എന്തായിരിക്കും 68 അതന്നെയാണ് നമ്മൾ സ്കാൻ അൽഗോരിതത്തിലും ചെയ്തത് ഓക്കേ അപ്പോൾ 68 എന്ന് പറയുമ്പോൾ larger ട്രാക്കിലോട്ടാണ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 68 വരാൻ കാരണം ഓക്കേ അപ്പോൾ ഇവിടെയുള്ള 68 എന്നുള്ള ട്രാക്കിനെ സർവീസ് ചെയ്തു അതിനുശേഷം നമ്മൾ സ്കാൻ അൽഗോരിതം ആവണമെന്നുണ്ടെങ്കിൽ എന്താ അതിനുശേഷം സ്കാൻ അൽഗോരിതം ആണെങ്കിലും നമ്മൾ 68 ന് നേരെ 89 വരെ പോവുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ലുക്ക് അൽഗോരിതത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ വരെ പോകുന്നില്ല ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് റിക്വസ്റ്റ് ഇനി 68 നേക്കാൾ അബവ് റിക്വസ്റ്റുകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു ഇനി ഇവിടെ നിന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് ഡയറക്ഷൻ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഏതെല്ലാം റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം പ്രോസസ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ 68 കഴിഞ്ഞു അപ്പോൾ 68 ന്റെ അടുത്ത് കിടക്കുന്നത് ആരാണ് 52 ആണ് അപ്പോൾ 52 ആണ് നെക്സ്റ്റ് സർവീസ് ചെയ്യാൻ പോകുന്നത് ഓക്കേ 52 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ആരാണ് 39 ആണ് നെക്സ്റ്റ് 39 ലോട്ട് പോകും 39 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then 34 34 പ്രോസസ് ചെയ്തു then 34 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് 25 25 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് 14 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 12 ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ റിക്വസ്റ്റുകളെ സ്കാൻ ചെയ്യുന്നത് ഏത് വെച്ചുകൊണ്ട് ലുക്ക് അൽഗോരിതം വെച്ചുകൊണ്ട് ഓർത്ത് വെക്കേണ്ട മെയിൻ പോയിന്റ് സ്കാൻ അൽഗോരിതം ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക കമ്പയർ ചെയ്യുമ്പോൾ ഓർത്ത് വെക്കുക സ്കാൻ അൽഗോരിതം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ട്രാക്ക് വരെയും പോകും പക്ഷെ ലുക്ക് അൽഗോരിതം എന്ത് ചെയ്യുന്നു ഒന്നും കൂടി ലുക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് റിക്വസ്റ്റ് എവിടെയാണോ അവിടെ നിന്ന് ടേൺ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിൽ നമുക്ക് എത്ര മൂവ്മെന്റ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം മൂവ്മെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മൂവ്മെന്റ് എവിടെ വരെയാണ് 53 68 ന്റെ ഇടയ്ക്കാണ് വരുന്നത് അതായത് 68 മൈനസ് 53 പ്ലസ് പിന്നെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് അതായത് 68 മൈനസ് ഇവിടെ 12 സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 71 അതായത് 71 മൂവ്മെന്റ്സ് ആണ് ഇവിടെ നടക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ തന്നെ ചെറിയൊരു വേരിയേഷൻ ആണ് സി ലുക്ക് എന്ന് പറയുന്ന അൽഗോരിതം അപ്പൊ നമ്മൾ സ്കാനും സി സ്കാനും പഠിച്ച പോലെ തന്നെ ലുക്ക് സി ലുക്ക് ഓക്കെ അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് സർക്കുലർ ലുക്ക് ആണ് നടക്കുന്നത് ഇനി സി ലുക്ക് അൽഗോരിതം എന്ന് പറയുന്നത് നമ്മൾ സി സ്കാൻ അൽഗോരിതത്തിന്റെ തന്നെ ഒരു ചെറിയ വേരിയേഷൻ എന്ന് പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ലുക്കിലെ പോലെ തന്നെ ലുക്കിലെ പോലെ തന്നെ നമ്മൾ ആദ്യത്തെ മൂവ്മെന്റ് പോകും ഒരു ഡയറക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് റിക്വസ്റ്റ് വരെ ഒരിക്കലും ലാസ്റ്റ് ട്രാക്ക് വരെയല്ല ലാസ്റ്റ് റിക്വസ്റ്റ് വരെ പോകും അത് എല്ലാ റിക്വസ്റ്റുകളെയും പ്രോസസ് ചെയ്ത് ആ ഒരു വേയില് ഏതെല്ലാം റിക്വസ്റ്റുകൾ ഉണ്ട് അതെല്ലാം പ്രോസസ് ചെയ്തിട്ട് ലാസ്റ്റ് റിക്വസ്റ്റ് വരെ പോകും ദെൻ അവിടെ നിന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരിക ചെയ്യുന്നു ഒറ്റ റിക്വസ്റ്റുകളെയും പ്രോസസ് ചെയ്യാതെ തിരിച്ചു വരുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് തന്നെയാണ് നമ്മൾ സി സ്കാനിലും ചെയ്യുന്നത് പക്ഷെ സി സ്കാനിൽ എവിടെ വരെ എത്തും തിരിച്ചു വരുമ്പോൾ opposite direction first track load ആണ് പോകുന്നത് പക്ഷേ ഇവിടെ C look ന്റെ കേസിൽ ഒരിക്കലും end വരെ പോവില്ല
എവിടെ വരെ പോകും? അതിലേക്ക് വരുന്ന ഏത് റിക്വസ്റ്റ് ആണോ ഫസ്റ്റിൽ കിടക്കുന്നത് ആ റിക്വസ്റ്റ് വരെ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഓരോ റിക്വസ്റ്റുകളെ പ്രോസസ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഒരു പ്രോബ്ലം വെച്ചുകൊണ്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു അൽഗോരിതം ഫസ്റ്റത്തെ മൂവ്മെന്റ് ഏതുപോലെ നടക്കുക? ലുക്ക് അൽഗോരിതം വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നടക്കുന്നത്. അതായത് ലാർജർ ട്രാക്ക് ടുവേർഡ്സ് ആണ്. അപ്പൊ 53ലാണ് പ്രസന്റ്ലി ഇരിക്കുന്നത്. ലാർജർ ട്രാക്ക് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ലാർജർ ട്രാക്ക് എവിടെയാണ്? 68 ആണ്. 68 വരെ മൂവ് ചെയ്യും. ഓക്കെ, മൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കറിയാം ലുക്ക് അൽഗോരിതം അനുസരിച്ച് ഒരിക്കലും ഈ എൻഡ് വരെ പോവില്ല. അവിടെ നിന്ന് ലാസ്റ്റ് റിക്വസ്റ്റ് പ്രോസസ് ചെയ്തതിന് ശേഷം റിവേഴ്സ് ഡയറക്ഷൻ പോവുകയാണ് ചെയ്യുന്നത്. റിവേഴ്സ് ഡയറക്ഷനിൽ നിന്ന് നമ്മളിവിടെ ചെയ്യുന്ന എന്താണ്? സി ലുക്ക് അൽഗോരിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും തിരിച്ചു വരുന്ന ഡയറക്ഷനിൽ ബാക്കി വരുന്ന റിക്വസ്റ്റുകളെ പ്രോസസ് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പോസിറ്റ് എൻഡിലോട്ട് പോവുകയാണ് ചെയ്യുക. ഓപ്പോസിറ്റ് എൻഡിൽ പോകുമ്പോൾ ഒരിക്കലും ഈ എൻഡ് വരെ ഏറ്റവും ഫസ്റ്റിലെ ട്രാക്കിലോട്ട് വരെ പോവില്ല. അത് നമ്മൾ ചെയ്യുന്നത് സി സ്കാനിലായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് പോകുന്നത് എവിടം വരെ എത്തും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫസ്റ്റ് റിക്വസ്റ്റ് ഏതാണോ അതിലോട്ടാണ് പോകുന്നത്. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫസ്റ്റ് റിക്വസ്റ്റ് ഏതാണ്? 12 എന്നുള്ള ട്രാക്ക് ആണ് അല്ലെ. അപ്പൊ ഈ 12 എന്നുള്ള ട്രാക്ക് വരെ ഇവിടെ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും. അതായത് 68 കഴിഞ്ഞാൽ പിന്നീട് നേരിട്ട് 12 എന്നുള്ള ട്രാക്കിലോട്ട് എത്തും. ഓർത്ത് വെക്കുക, ഈ ഒരു ഫസ്റ്റ് ട്രാക്കിലോട്ട് മൂവ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെന്റും ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? 12 കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ആരാണ് ഇരിക്കുന്നത്? 14 ആണ്. അപ്പൊ 14ലോട്ടാണ് നെക്സ്റ്റ് മൂവ്മെന്റ് ഇരിക്കുന്നത്. 14 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് 25 ആണ്. 25 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് 34. 34 കഴിഞ്ഞാൽ നെക്സ്റ്റ് 39. 39 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 52. ഈ ഒരു രീതിയിലാണ് സി ലുക്ക് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇതിലിപ്പോ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വന്നില്ല. അതായത് 68 മുതൽ 89 വരെയുള്ള ആ ഒരു അൺവാണ്ടഡ് മൂവ്മെന്റ് ഇവിടെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു 0 to 12ന്റെ ഇടയ്ക്കുള്ള ഒരു അൺവാണ്ടഡ് മൂവ്മെന്റ് വന്നിട്ടില്ല. ഓക്കെ, അതാണ് സി ലുക്ക് അൽഗോരിതം. കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും മാറിപ്പോവാതെ സൂക്ഷിക്കുക. ഇനി നമുക്ക് ഇതിന്റെ എത്ര മൂവ്മെന്റ്സ് എടുക്കുന്നുണ്ട് നോക്കാം. ഫസ്റ്റ് മൂവ്മെന്റ് ഇവിടെയായിരുന്നു. അതായത് 68 മൈനസ് 53 പ്ലസ് നെക്സ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ 68ഉം 12ഉം ആണ്. Then next one 12ഉം 52ഉം. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് 111 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ലുക്ക് അൽഗോരിതത്തിലാണെന്നുണ്ടെങ്കിൽ 71 ആയിരുന്നു. ഇവിടെ വരുമ്പോൾ 111 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ലുക്ക് അൽഗോരിതത്തിൽ വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജിൽ എന്താ പറയുന്നത്? ബെറ്റർ പെർഫോമൻസ് ആസ് കമ്പയർ ടു സ്കാൻ അൽഗോരിതം. നമ്മൾ ലുക്ക് അൽഗോരിതം കമ്പയർ ചെയ്തത് എന്തുമായിട്ടായിരുന്നു? സ്കാൻ അൽഗോരിതം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സ്കാൻ അൽഗോരിതം കൊടുക്കുന്ന പെർഫോമൻസിനേക്കാൾ കൂടുതൽ നല്ല പെർഫോമൻസ് ആണ്, ബെറ്റർ പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ലുക്ക് അൽഗോരിതം വെച്ചുകൊണ്ട് കിട്ടുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓവർഹെഡ് ടു ഫൈൻഡ് ദി ലാസ്റ്റ് റിക്വസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് റിക്വസ്റ്റ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക കുറച്ച് ഓവർഹെഡ് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് റിക്വസ്റ്റ് ഏതായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. അതും ഒരു ഓവർഹെഡ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ലുക്ക് അൽഗോരിതത്തിൽ വരുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇനി സി ലുക്ക് അൽഗോരിതത്തിൽ വരുന്ന അഡ്വാൻറ്റേജസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോ വേരിയൻസ് ഇൻ വെയിറ്റിംഗ് ടൈം ആൻഡ് റെസ്പോൺസ് ടൈം. അത് നമ്മൾ സ്കാൻ അൽഗോരിതത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിലെ വെയിറ്റിംഗ് ടൈം ആവട്ടെ റെസ്പോൺസ് ടൈം ആവട്ടെ അത് ഒരുവിധം ആവറേജിന്റെ അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഒത്തിരി ഹൈയിലോട്ട് പോവില്ല ഈ വെയിറ്റിംഗ് ടൈം ആവട്ടെ അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം ആവട്ടെ. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അഡ്വാൻറ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മോർ ഓവർ ഹെഡ് ടു ഫൈൻഡിങ് എൻഡ് റിക്വസ്റ്റ്. അതായത് നമ്മൾ സി സ്കാൻ ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സി ലുക്ക് ആവട്ടെ അവിടെ ഒരു എക്സ്ട്രാ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. മൂവ്മെന്റ് നടക്കുന്ന സമയത്തും അതേ ഫസ്റ്റിലെ മൂവ്മെന്റിനകത്തും അവിടെ രണ്ട് സൈഡിലും എൻഡ് റിക്വസ്റ്റുകളെ കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് എൻഡിന് ഏതുവരെ ഉണ്ടോ മാക്സിമം നമ്പർ ഓഫ് ട്രാക്കിലായിട്ടല്ല ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത്. രണ്ട് എൻഡിലും ഉള്ള റിക്വസ്റ്റുകൾ ഏതാണോ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഓവർഹെഡ് ആയിട്ടുള്ള വർക്കാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ലുക്ക് അൽഗോരിതം, സി ലുക്ക് അൽഗോരിതം അത് നിങ്ങൾക്ക് പറഞ്ഞത് അത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.